ഹേ ഗൈസ്, അപ്പോൾ ഞാൻ മൈക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെക്ചറൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു അതിൻ്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എൻ്റെ റെഫറൻസ് ബുക്കിൽ തന്നെ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എനിക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതൊരു 13-14 ക്വസ്റ്റ്യൻസോളം ഞാൻ സോൾവ് ചെയ്തെന്ന് എനിക്ക് ഒരെണ്ണം കിട്ടിയില്ല. ഒരു ക്വസ്റ്റ്യൻ വെച്ച് ബാക്കിയെല്ലാം എനിക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം മാത്രം ഒന്നുകൂടെ നോക്കണം. അതവിടെ സർക്കിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വായിച്ച് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ വിട്ടു. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു, വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓരോ ചാപ്റ്റർ നമ്മൾ പഠിച്ച് വിടുമ്പോഴേക്കും അതിൻ്റെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് പോകാൻ എൻ്റെ കയ്യിൽ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ പ്രോപ്പർ ഒരു റിവിഷൻ കഴിയുമല്ലോ. അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും നമുക്ക് നോക്കാം. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു ഈ മൈക്രോ എക്കണോമിക്സ്. കാരണം എനിക്കൊരു പിടുത്തമില്ലാത്തൊരു സംഭവമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് മറ്റേ ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടും ഇപ്പോൾ ഇഷ്ടം ഇതാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടെക്സ്റ്റ് ബുക്കാണ് മൈക്രോ എക്കണോമിക്സ്. അങ്ങനെ ആയിരുന്നു. അതിന് വേറെ 2 ടെക്സ്റ്റ് ബുക്കാണ് എനിക്ക് എക്കണോമിക്സിനുള്ളത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും ഒന്ന് മൈക്രോ എക്കണോമിക്സും. എനിക്ക് ആദ്യമേ സ്റ്റാറ്റിസ്റ്റിക്സ് കുഴപ്പമില്ല, മൈക്രോ എക്കണോമിക്സ് ബോറാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് നേരെ തിരിച്ചാണ്. മൈക്രോ എക്കണോമിക്സ് കൊള്ളാം, സ്റ്റാറ്റിസ്റ്റിക്സ് വലിയ രസമില്ല എന്നുള്ളൊരിതിലേക്ക് മാറി. കാരണം ഇപ്പം എനിക്ക് ഈ ഒരു മൈക്രോ എക്കണോമിക്സ് അത്യാവശ്യം അറിയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ വലിയ പിടുത്തമില്ല, കുറച്ചായി അതൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇനി അതെടുത്ത് നോക്കാനുണ്ട്, മീൻ മീഡിയം മോഡ് അതൊക്കെ പഠിക്കാനുണ്ട്. അതെടുത്ത് പഠിക്കാൻ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അത് കുറച്ച് ദിവസമായി എടുത്തിട്ട്. സ്കൂളിൽ നിന്നാണ് ലാസ്റ്റായിട്ട് ആ ഒരു പോർഷനൊക്കെ നോക്കിയത്. അപ്പോൾ ഇനി ഒന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ആ ഒരു പോർഷൻ ഞാൻ റിവൈസ് ചെയ്യാനും ഒന്നിനും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് അതിന് എങ്ങനെ ആകും എന്നറിയാനായിട്ടൊരു ചെറിയ ടെൻഷനുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്തായാലും ഈ മൈക്രോ എക്കണോമിക്സിൻ്റെ ചാപ്റ്റേഴ്സിനാണ് മറ്റേതിനെക്കാട്ടും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ മൈക്രോ എക്കണോമിക്സ് കുത്തിയിരുന്ന് പഠിക്കുന്നതും അത് റിവൈസ് ചെയ്യുന്നതും പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ നോക്കി പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കൊണ്ടാണ്. ടൈമർ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ പഠിക്കാനൊക്കെ ആയിട്ട്. ഈ സമയം എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എത്രത്തോളം ടൈം എടുത്തു ഇത്രയും പഠിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ഒരു പ്രോപ്പറായിട്ടൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ഈ എത്ര സമയത്തിലാണ് പഠിക്കുന്നതൊക്കെ ഒരു ക്ലാരിറ്റി ഇടാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ടൈമർ വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു സ്പീഡിലിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും അത് കാണുമ്പോഴേക്കും ഒരു രസം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ടൈമറൊക്കെ ഇട്ട് പഠിക്കാൻ വിചാരിച്ചത്. ഞാൻ പണ്ട് എന്ന് വെച്ചാൽ 10ൽ സ്റ്റഡിയുടെ ടൈം ടെസ്റ്റ് 10ൽ ആ ഒരു വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ടൈമർ എപ്പോഴും വെക്കുമായിരുന്നു. എപ്പോഴും വെച്ചിട്ടായിരിക്കും മിക്കപ്പോഴും എടുക്കുന്നത്. അപ്പോൾ കാണുമ്പോഴും എനിക്ക് ഒത്തിരി വീഡിയോസ് ഉണ്ടാവാറുണ്ടായിരുന്നു ആ സമയത്ത് അപ്ലോഡ് ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഇതിനെക്കാട്ടും സ്പീഡ് കൂടിയിട്ടായിരിക്കും ആ സമയത്ത് വീഡിയോ ഇടുന്നത്. അപ്പോൾ ടൈമറും കൂടെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവും ഞാൻ എത്രത്തോളം പഠിക്കുമെന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഞാനിപ്പോഴാണ് ടൈമറൊക്കെ ഇട്ട് വീഡിയോ എടുക്കുന്നത്. ഏതായാലും എക്കണോമിക്സൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ പതുക്കെ എൻ്റെ ബിസിനസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബിസിനസ് എനിക്ക് ആ ഒരു ചാപ്റ്റർ തീർക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ റിവൈസും ചെയ്തതാണ്, പഠിച്ചതാണ്, ഒരു ലെക്ചർ കേട്ടതാണ്, ഇതൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒന്നും കൂടെ ഒന്ന് ലെക്ചറൊക്കെ കേട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന് ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്ന് വല്ല ഒന്ന് റിവൈസ് ചെയ്തെന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചാപ്റ്റർ തന്നെ എടുത്തിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പെട്ടെന്ന് തീർക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ലെക്ചർ മാത്രം കാണാനായിരുന്നു, ഞാൻ വെറുതെ എഴുതണ്ടെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി പ്രാവശ്യം ഈ ചാപ്റ്റർ നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം എല്ലാം അറിയുകയും ചെയ്യാം. അപ്പോൾ വീണ്ടും എഴുതണ്ട, ഒന്നാമത് സമയം കൂടുതൽ പോകത്തേ ഉള്ളൂ. അപ്പോൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇല്ലാത്ത സമയം കൂടെ വെറുതെ ഇതിനെ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നോട്ടൊന്നും എഴുതാനായിട്ട് നിന്നില്ല. ഓൾറെഡി എനിക്ക് അത്യാവശ്യം കോൺസെൻട്രേഷനോടെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, സോൺ ഔട്ട് ആയി പോകുന്ന ആ ഒരു എൻ്റെ പ്രശ്നവും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 5 ചാപ്റ്ററാണ് ഉള്ളത് എക്സാമിന്. പക്ഷേ 5 അല്ല കേട്ടോ, 6 ചാപ്റ്റർ ഉണ്ട്. ലാസ്റ്റത്തെ 2 ചാപ്റ്റർ ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞാനത് 2 കൂടെ ഒരു ചാപ്റ്ററാക്കി പറഞ്ഞു പോയതാണ്. സത്യം പറഞ്ഞാൽ 6 ചാപ്റ്ററാണ് ഉള്ളത്. 6 ചാപ്റ്റർ ഉണ്ടെങ്കിലും 3 ചാപ്റ്റേഴ്സ് ഭയങ്കര ചെറുതും 2 ചാപ്റ്റർ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു ചാപ്റ്റർ ഭയങ്കര വലുതാണ്, അതെനിക്ക് പഠിക്കാനുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിന്നെയും കുഴപ്പമില്ല, ഭയങ്കര അത്യാവശ്യം കുഴപ്പമുള്ള ചാപ്റ്റേഴ്സൊക്കെയാണ്. പിന്നെ അതൊരു ചാപ്റ്ററിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞ ചാപ്റ്റേഴ്സ് പോകുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ പോയി കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കര എനർജിയാണ്. കുളിച്ച് കഴിഞ്ഞപ്പോൾ 2-3 വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഞാൻ കാണിച്ച ആ ഒരു കുരു കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ഇതിന് എനിക്ക് പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയായിട്ടുണ്ട്. അത് ഇടയ്ക്കാണെങ്കിൽ വരുള്ളൂ. അപ്പോൾ പിന്നെ അതൊന്നും നിങ്ങൾ പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല.
പിന്നെ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് 2-3 കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരപ്പറ നോക്കിയിട്ട് ഞാൻ പിന്നെ വീണ്ടും അകത്തേക്ക് കയറിയിട്ട് പഠിക്കാറുണ്ടായിരുന്നു. ഞാൻ ആ ചാപ്റ്റർ ആ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ വേറൊരു ചാപ്റ്റർ എടുക്കാം, സെക്കൻഡ് ചാപ്റ്റർ എടുക്കാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് അതിൻ്റെ ഒരു മടിയുള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്റർ ഇട്ടിട്ട് ഞാൻ തേർഡ് ചാപ്റ്റർ എടുത്തു. തേർഡ് ചാപ്റ്ററും പഠിച്ചിട്ടില്ല. അപ്പോൾ തേർഡ് ചാപ്റ്റർ നല്ല ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് തേർഡ് ചാപ്റ്റർ നേരത്തെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ തിയറി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടുത്തു പോകും. ബോറടി എന്ന് പറയാൻ പറ്റില്ല. കാരണം പഠിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്കിഷ്ടമാണ്, അതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ മടുത്തു പോകും നമ്മൾ. കാരണം അത്രത്തോളം തിയറി ഉണ്ട്. ഞാൻ ആദ്യമേ ഇതെല്ലാം കാണാപ്പാഠം പഠിക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ കാണാപ്പാഠം പഠിക്കാൻ നിൽക്കൽ. കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല ബിസിനസ്സിൽ. കാരണം അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെയാണ് ഞാൻ ഈ മനസ്സിലാക്കി പഠിച്ചാൽ മതി, ഓരോ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി. കാരണം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് നോക്കിയതിന് ശേഷം അത് നമ്മുടെ ഭാഷയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. എനിക്ക് പിന്നാണ് മനസ്സിലായത്.